ഇതാണ് നമ്മുടെ കംപ്ലീഷൻ റിപ്പോർട്ടിന്റെ ഫോർമാറ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വയർമാൻമാർക്കും വയറിംഗ് കോൺട്രാക്ടർമാർക്കും വയറിംഗ് സൂപ്പർവൈസർമാർക്കും വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വയറിംഗ് ചെയ്തതിന് ശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. കംപ്ലീഷൻ റിപ്പോർട്ട് അല്ലാത്ത എല്ലാ ഫോമുകളും നമുക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി നമുക്ക് ലഭ്യമാകും. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ മാത്രം കോപ്പിയാണ് നമുക്ക് സോഫ്റ്റ് കോപ്പി ലഭ്യമാകുക. അത് മാനുവലായിട്ട് എഴുതി ഉണ്ടാക്കുകയാണ് പല ആളുകളും ചെയ്യാറുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്പ്രെഡ്ഷീറ്റ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് നമുക്ക് കംപ്ലീഷൻ റിപ്പോർട്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ സ്പ്രെഡ്ഷീറ്റ് ആദ്യം ഓപ്പൺ ആക്കുകയാണ്. സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ടൈപ്പ് ആദ്യം ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇവിടെ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഫോണിൽ ആദ്യം തന്നെ ഉണ്ടായത് കൊണ്ട് ഇതിൽ അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവുക. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ഫോൾഡറിൽ പോവുക. പോയതിനു ശേഷം എവിടെയാണ് ആ ഫയൽ ഉള്ളത് എന്നുള്ളത് സെർച്ച് ചെയ്യും. എൻ്റെ ഫയൽ ഉള്ളത് ബ്ലൂടൂത്ത് ഫോൾഡറിലായതുകൊണ്ട് ഞാൻ ബ്ലൂടൂത്ത് ഫോൾഡർ എടുത്തതാണ്. ഇതിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഈ ഫയൽ ഓപ്പൺ ചെയ്യുക. നമുക്ക് ഏറ്റവും കൺവീനിയൻസ് ആയിട്ടുള്ളത് മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ എന്ന ആപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഓൺസ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓപ്പൺ ആകുമ്പോൾ 2 ഷീറ്റാണ് നമുക്ക് ഇവിടെ കാണിക്കുക. ഇവിടെ ഒന്നാമത്തെ ഷീറ്റിലേക്ക് പോകാം. CR ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ഷീറ്റിലേക്ക് ക്ലിക്ക് ചെയ്തു. ഇതൊന്ന് സൂം ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ രൂപം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ കംപ്ലീഷൻ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ്. നമുക്ക് ചെയ്യാനുണ്ടാവുക ആദ്യം തന്നെ ഇവിടെ കൺസ്യൂമറുടെ പേര് എഴുതുക എന്നുള്ളതാണ്. കൺസ്യൂമറുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് പേരിൻ്റെ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ ആക്കിയിട്ടുണ്ട്, മനോജ് എന്ന് ടൈപ്പ്, മനോജ് കെ. അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാവുക ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടറിൻ്റെ വാല്യൂ ആണ്. ആ ടെസ്റ്റിൻ്റെ വാല്യൂ ആണ് ഉണ്ടാവുക. 18 മെഗാവും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അടുത്ത കോളത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നമ്പർ ഫോർമാറ്റിലാക്കി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാബ് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രീൻ കളറിലുള്ളതാണ് ടാബ് ബട്ടൺ. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കോളം ഏതാണോ ടൈപ്പ് ചെയ്യേണ്ടത് അതിലേക്ക് പോകും. അങ്ങനെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് എർത്ത് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം അടുത്ത ടാബ് ഒന്നും കൂടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് കാണാൻ കഴിയും ദ എർത്ത് റെസിസ്റ്റൻസ് ഓഫ് ദ വയറിംഗ്, അതായത് എർത്ത് റെസിസ്റ്റൻസ് ആണ്, വയറിങ്ങിലെ എർത്ത് റെസിസ്റ്റൻസ് ആണ്. അത് എത്രയാണെന്ന് വെച്ചാൽ അത് ഇവിടെ എൻ്റർ ചെയ്യുക. ഞാൻ 5 ഓം കൊടുത്തു. അടുത്തതായി നമുക്ക് ലോഡിൻ്റെ ഭാഗങ്ങളാണ് നോക്കേണ്ടത്. ലോഡിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാൻ പറ്റും. ഈ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ ലോഡും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ഒരു 9 വാട്ട് LED ലാമ്പ് കൊടുത്തു. LED ലാമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സീരിയൽ നമ്പർ വന്നിട്ടുണ്ട്, ഇതിൻ്റെ വാട്ടും വന്നിട്ടുണ്ട്. ഇനി അതിന് നമ്പർ ഓഫ് പോയിന്റ് നമ്മൾ എൻ്റർ ചെയ്യണം. ഒരു 35 കൊടുത്തു ഞാൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 315, 35 × 9 315 എന്ന് വന്നിട്ട്. ഇനി രണ്ടാമത്തത് നമുക്ക് കൊടുക്കേണ്ടത് ഫാനാണ്. അപ്പോൾ സീലിംഗ് ഫാൻ. ഇതെല്ലാം ആൽഫബറ്റിക് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയായി. സീലിംഗ് ഫാൻ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ ഇത് വന്നിട്ടുണ്ട്. സീലിംഗ് ഫാൻ എൻ്റർ ചെയ്തു. അതിൻ്റെ നമ്പർ എത്രയാണെന്നുള്ളത് അതും എൻ്റർ ചെയ്തു. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് പ്ലഗ് 6 ആമ്പിയർ അത് എൻ്റർ ചെയ്തു. അതിനുശേഷം ടാബ് ബട്ടൺ അമർത്തിയിട്ട് പ്ലഗ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അത് ഒന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം നമുക്ക് വീണ്ടും ഇനിയിപ്പോൾ വേണ്ടത് ബെല്ലാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ മുഴുവൻ കാണുമ്പോൾ പറഞ്ഞുതരാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഇവിടെ ടാബ് ബട്ടൺ അല്ലെങ്കിൽ നമ്പറിൻ്റെ കീപാഡ് ഇവിടെ ഓണാവും. ഒന്നും കൂടി ടാബ് ബട്ടൺ അമർത്തി ഒരു 2 ബെല്ല് കൊടുത്തു. അടുത്തതായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് പവർ പ്ലഗ് 500 വാട്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനി ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്താൽ അടുത്ത
കോളത്തിലേക്ക് പോകും. അത് 2 പവർ പ്ലഗ് കൊടുത്തു. അടുത്ത് വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുക. വേറെ എങ്ങോട്ടും പോകില്ല, നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ഭാഗത്തേക്ക് മാത്രമേ അത് പോകുള്ളൂ. അതിനുശേഷം മോട്ടർ ഒരു എൻ്റർ ചെയ്തു. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാബ് ബട്ടൺ ഓൺ ആവും. അടുത്ത മോട്ടോർ 1 ആണ്, അപ്പോൾ 1 കൊടുത്തു. 746 വാട്ട് 1 HP ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു എയർ കണ്ടീഷനും കൂടി കൊടുക്കാം. ടാബ് ബട്ടൺ അടുത്ത് 1 ആണ്, ഒരു നമ്പറാണ് എയർ കണ്ടീഷൻ ഉള്ളത്, അപ്പോൾ അതും കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ 1200 വാട്ട് വന്നു. ഇനി ഇതിൻ്റെ വാട്ടേജും ഈ ലോഡിൻ്റെ സ്പെസിഫിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ആവുന്നതാണ്. ഞാൻ അവസാന ഭാഗം പറഞ്ഞുതരാം. ഇപ്പോൾ ടോട്ടൽ 4331 ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതൊന്നും നമുക്ക് ടൈപ്പ് ചെയ്യാനില്ല, അതുകൊണ്ട് വെറുതെ ടാബ് അടിച്ചിട്ട് ഇങ്ങനെ പോവാം. ഇതിന് ശേഷം നെയിം ഓഫ് അപ്ലിക്കൻ്റ് നെയിം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കീബോർഡാണ് കിട്ടുന്നത്, ഈ നമ്പർ കീപാഡ് പറ്റില്ല. അപ്പോൾ അത് കീബോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കീബോർഡ് വന്നു. ഇനി ഈ ആരോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യാപിറ്റലാക്കിയിട്ട് മാറ്റാൻ പറ്റും. മനോജ് കെ കല്ലാക്കൻ, എവിടെയാണോ അഡ്രസ്സ് എന്ന് വെച്ചാൽ അത് കൊടുക്കാവുന്നതാണ്. അവസാനമായി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും കൂടി നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യണം. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുന്നത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൻ്റെ കീപാഡ് ആക്കാം, അതാകുമ്പോൾ ഒന്നും കൂടി ഈസി ഉണ്ടാവും. ഇവിടേക്ക് കഴ്സർ കൊണ്ടുവന്നിട്ട് 56 ബാർ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് ഓക്കെ, കഴിഞ്ഞു. നമ്മുടെ വർക്ക് ഫിനിഷായി. അടുത്തതായി നമുക്ക് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി വലതുവശത്ത് മുകളിലായി കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ഏറ്റവും അടിയിലായി കാണുന്ന പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറെ ഒരു വിൻഡോയിലേക്ക് എത്തും. ഇൻ്റർനെറ്റ് ഓൺ ആണെന്ന് ഉറപ്പിക്കുക. ആ എത്തിച്ചേരുന്ന വിൻഡോയിൽ നിന്നും ഇവിടെ എൻ്റയർ വർക്ക് ബുക്ക് എന്ന് സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ സ്കെയിലിംഗ് എന്നുള്ളിടത്ത് ഫിറ്റ് എൻ്റയർ ഷീറ്റ് എന്ന് സെലക്ട് ചെയ്യുക. പേപ്പർ സൈസ് A4 സെലക്ട് ചെയ്യുക. ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് PDF ആയിട്ട് വന്നിട്ടുണ്ട്. 2 പേജ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതില്ല, ഒന്നാമത്തെ പേജ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. 2 പേജിൽ ഒന്നാമത്തെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഒന്നാമത്തെ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം PDF എന്ന ഈ ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഡൗൺലോഡ്സിൽ ആണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കുറേ കംപ്ലീഷൻ റിപ്പോർട്ട് എന്ന ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിന് കംപ്ലീഷൻ റിപ്പോർട്ടിന് പകരം CC മനോജ് എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോൾഡറിൽ പോയി നോക്കിയാൽ മതി. ഡൗൺലോഡ് ഫോൾഡറിൽ CC മനോജ് ഇത് ഇവിടെ മുകളിൽ തന്നെ വന്ന് കിടക്കുന്നു. കണ്ടില്ലേ, മനോഹരമായ ഒരു PDF പ്രിൻ്റ് ഔട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് വാട്സപ്പ് വഴിയോ മെയിൽ വഴിയോ ഒക്കെ അയച്ചു കൊടുത്തോ അല്ലെങ്കിൽ സ്വന്തം പ്രിൻ്റർ ഉള്ളവർക്ക് സ്വന്തമായോ ഒക്കെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. മാത്രമല്ല ഇത് നമുക്ക് ഭാവിയിൽ ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കാവുന്നതും ആണ്. ഇനി പ്രിൻറ്റിങ് കഴിഞ്ഞു, അത് സേവ് ചെയ്തും വെച്ചു. ഇനി അടുത്തതായി നമുക്ക് ഇതെങ്ങനെ നമുക്ക് കസ്റ്റമൈസ്ഡ് ഫോർമാറ്റിലേക്ക് മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം. ചിലർക്ക് LED ലാമ്പ് 7 വാട്ട് വേണ്ടി വരില്ല, ചിലർക്ക് 11 വാട്ടായിരിക്കും, അല്ലെങ്കിൽ 9 വാട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാട്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടില്ലാത്ത വേറെ ഏതെങ്കിലും ലോഡായിരിക്കും ഇതിൽ വേണ്ടി വരിക. അപ്പോൾ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൽ മുമ്പ് കൊടുത്ത് പ്രീസെറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇത് ഒഴിവാക്കിയിട്ട് ഇനി വേറെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ കോർണറിൽ ഇടതുവശത്ത് താഴെയുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര ഷീറ്റ് ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഷീറ്റ് 2-ൽ പോവുക. ഈ ഷീറ്റ് 2-ൽ പോയാൽ ഇവിടെ ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ എക്യുപ്മെൻറ്റിൻ്റെ പേരും വാട്ടേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തു നിന്നും നമുക്ക് ആവശ്യമുള്ളത് ഇനിയും കൊടുക്കാൻ ഒരു 10-11 സ്ഥലം ബാക്കിയുണ്ട്. ഇത് ഇവിടെ ഉള്ളത് നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല അതിന് കൂടെ വേറെയുള്ള ഒരു 10-11 കൂടി ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഇലക്ട്രിക് ഓവൻ ഞാൻ എൻ്റർ ചെയ്യണം. ഇലക്ട്രിക് ഓവൻ അതിൻ്റെ വാട്ടേജ് 2000 വാട്ട് കൊടുത്തു. 2000 വാട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രണ്ട് പേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഷീറ്റ് കംപ്ലീഷൻ റിപ്പോർട്ടിൻ്റെ ഷീറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാവുന്നതാണ്. ഇനിയും നമ്മൾ ഇലക്ട്രിക് ഓവൻ തന്നെ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് അത് ഇതിൽ അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്കൊന്നും കൂടെ കൊടുത്തു നോക്കാം. ഇലക്ട്രിക് ഓവൻ ദാറ്റ് വാല്യൂ ഈസ് നോട്ട് വാലിഡ് എന്നുള്ള എറർ മെസ്സേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് മുമ്പ് കൊടുത്തതാണെന്നുള്ളത്. അതുകൊണ്ട് രണ്ടാമത് ഒരേ സാധനം തന്നെ രണ്ടാമത് കൊടുക്കാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഒരു LED ലാമ്പ് 2 വാട്ടുള്ളത്, അതായത് 2 കാറ്റഗറി നമുക്ക് വേണം. ഒരു 7 വാട്ടിൻ്റെ വേണം, 9 വാട്ടിൻ്റെ വേണം.
അപ്പോൾ അതിന് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ LED ലാമ്പ് 7 വാട്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. രണ്ടാമത് LED ലാമ്പ് 9 വാട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അനുയോജ്യമായ കോളത്തിൽ അതിൻ്റെ വാട്ടേജും കൊടുക്കാവുന്നതാണ്. അത് കൊടുക്കുന്നതിനനുസരിച്ച് സിആർ ഡൊമസ്റ്റിക് എന്ന പേജിൽ പോയാൽ ഇനി ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നോക്കിയാൽ ഇലക്ട്രിക് ഓവൻ അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ വന്നിട്ടുണ്ടാവണം. ആൽഫബറ്റിക് ഓർഡറിൽ ഇലക്ട്രിക് ഓവൻ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇലക്ട്രിക് ഓവൻ ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഈസി ആയിട്ട് അതേ സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതേ ഫയൽ ഇനി സേവ് ആസ് കൊടുത്തിട്ട് നമ്മൾ ഇതേ ഡിവൈസിലേക്ക് തന്നെ ഇലക്ട്രിക് ഓവൻ ആഡ് ചെയ്ത ഫയലായതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അനുസരിച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത ഫയലായതുകൊണ്ട് നമ്മുടെ ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡ്രൈവിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേ ഡിവൈസിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരേ ഫോൾഡറിൽ തന്നെ 2 പേരിൽ കിടക്കില്ല. അപ്പോൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേ ഡിവൈസിൽ സ്റ്റോറേജിൽ പോയിട്ട് ബ്ലൂടൂത്തിൽ തന്നെ ഞാനിത് സേവ് ചെയ്യണം. അപ്പോൾ കംപ്ലീഷൻ റിപ്പോർട്ട് ഇനി അത് എടുക്കുമ്പോൾ എനിക്ക് ഇലക്ട്രിക് ഓവൻ ഉള്ള അതേ എക്സൽ ഷീറ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഈ ബ്ലൂടൂത്ത് ഫോൾഡറിൽ പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുക. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എക്സൽ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇലക്ട്രിക് ഓവൻ കൊടുത്തതുകൊണ്ട് 2000 ഇവിടെ വന്നു, വാട്ടേജ് വന്നു. അതിനനുസരിച്ച് 36 × 2000 72,000 കണ്ടില്ലേ വന്നിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ആവശ്യക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് വേണ്ടത്. എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ. ഇതാണ് നമ്മുടെ കംപ്ലീഷൻ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വയർമാൻമാർക്കും വയറിംഗ് കോൺട്രാക്ടർമാർക്കും വയറിംഗ് സൂപ്പർവൈസർമാർക്കും വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വയറിംഗ് ചെയ്തതിന് ശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. കംപ്ലീഷൻ റിപ്പോർട്ട് അല്ലാത്ത എല്ലാ ഫോമുകളും നമുക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി നമുക്ക് ലഭ്യമാകും. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ മാത്രം കോപ്പിയാണ് നമുക്ക് സോഫ്റ്റ് കോപ്പി ലഭ്യമാകുക. അത് മാനുവലായിട്ട് എഴുതി ഉണ്ടാക്കുകയാണ് പല ആളുകളും ചെയ്യാറുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്പ്രെഡ്ഷീറ്റ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് നമുക്ക് കംപ്ലീഷൻ റിപ്പോർട്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ സ്പ്രെഡ്ഷീറ്റ് ആദ്യം ഓപ്പൺ ആക്കുകയാണ്. സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ടൈപ്പ് ആദ്യം ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇവിടെ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഫോണിൽ ആദ്യം തന്നെ ഉണ്ടായത് കൊണ്ട് ഇതിൽ അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവുക. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ഫോൾഡറിൽ പോവുക. പോയതിനു ശേഷം എവിടെയാണ് ആ ഫയൽ ഉള്ളത് എന്നുള്ളത് സെർച്ച് ചെയ്യും. എൻ്റെ ഫയൽ ഉള്ളത് ബ്ലൂടൂത്ത് ഫോൾഡറിലായതുകൊണ്ട് ഞാൻ ബ്ലൂടൂത്ത് ഫോൾഡർ എടുത്തതാണ്. ഇതിൽ ഇത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഈ ഫയൽ ഓപ്പൺ ചെയ്യുക. നമുക്ക് ഏറ്റവും കൺവീനിയൻസ് ആയിട്ടുള്ളത് മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ എന്ന ആപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഓൺസ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓപ്പൺ ആകുമ്പോൾ 2 ഷീറ്റാണ് നമുക്ക് ഇവിടെ കാണിക്കുക. ഇവിടെ ഒന്നാമത്തെ ഷീറ്റിലേക്ക് പോകാം. സിആർ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ഷീറ്റിലേക്ക് ക്ലിക്ക് ചെയ്തു. ഇതൊന്ന് സൂം ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ രൂപം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ കംപ്ലീഷൻ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ്. നമുക്ക് ചെയ്യാനുണ്ടാവുക ആദ്യം തന്നെ ഇവിടെ കൺസ്യൂമറുടെ പേര് എഴുതുക എന്നുള്ളതാണ്. കൺസ്യൂമറുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് പേരിൻ്റെ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റലാക്കിയിട്ടുണ്ട്, മനോജ് എന്ന് ടൈപ്പ്, മനോജ് കെ. അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാവുക ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടറിൻ്റെ വാല്യൂ ആണ്. ആ ടെസ്റ്റിൻ്റെ വാല്യൂ ആണ് ഉണ്ടാവുക. 18 മെഗാവും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അടുത്ത കോളത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നമ്പർ ഫോർമാറ്റിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാബ് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രീൻ കളറിലുള്ളതാണ് ടാബ് ബട്ടൺ. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കോളം ഏതാണോ ടൈപ്പ് ചെയ്യേണ്ടത് അതിലേക്ക് പോകും. അങ്ങനെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് എർത്ത് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം അടുത്ത
ടാബ് ഒന്നും കൂടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് കാണാൻ കഴിയും ദ എർത്ത് റെസിസ്റ്റൻസ് ഓഫ് ദ വയറിംഗ്, അതായത് എർത്ത് റെസിസ്റ്റൻസ് ആണ്, വയറിങ്ങിലെ എർത്ത് റെസിസ്റ്റൻസ് ആണ്. അത് എത്രയാണെന്ന് വെച്ചാൽ അത് ഇവിടെ എൻ്റർ ചെയ്യുക. ഞാൻ 5 ഓം കൊടുത്തു. അടുത്തതായി നമുക്ക് ലോഡിൻ്റെ ഭാഗങ്ങളാണ് നോക്കേണ്ടത്. ലോഡിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാൻ പറ്റും. ഈ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ ലോഡും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ഒരു 9 വാട്ട് LED ലാമ്പ് കൊടുത്തു. LED ലാമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സീരിയൽ നമ്പർ വന്നിട്ടുണ്ട്, ഇതിൻ്റെ വാട്ടും വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ നമ്പർ ഓഫ് പോയിന്റ് നമ്മൾ എൻ്റർ ചെയ്യണം. ഒരു 35 കൊടുത്തു ഞാൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 315 35 × 9 315 എന്ന് വന്നിട്ട്. ഇനി രണ്ടാമത്തത് നമുക്ക് കൊടുക്കേണ്ടത് ഫാനാണ്. അപ്പോൾ സീലിംഗ് ഫാൻ, ഇതെല്ലാം ആൽഫബറ്റിക് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയി. സീലിംഗ് ഫാൻ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ ഇത് വന്നിട്ടുണ്ട്. സീലിംഗ് ഫാൻ എൻ്റർ ചെയ്തു. അതിൻ്റെ നമ്പർ എത്രയാണെന്നുള്ളത് അതും എൻ്റർ ചെയ്തു. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് പ്ലഗ് 6 ആമ്പിയർ അത് എൻ്റർ ചെയ്തു. അതിനുശേഷം ടാബ് ബട്ടൺ അമർത്തിയിട്ട് പ്ലഗ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അത് ഒന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം നമുക്ക് വീണ്ടും ഇനിയിപ്പോൾ വേണ്ടത് ബെല്ലാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ മുഴുവൻ കാണുമ്പോൾ പറഞ്ഞുതരാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഇവിടെ ടാബ് ബട്ടൺ അല്ലെങ്കിൽ നമ്പറിൻ്റെ കീപാഡ് ഇവിടെ ഓണാവും. ഒന്നും കൂടി ടാബ് ബട്ടൺ അമർത്തി ഒരു 2 ബെല്ല് കൊടുത്തു. അടുത്തതായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് പവർ പ്ലഗ് 500 വാട്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനി ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്താൽ അടുത്ത കോളത്തിലേക്ക് പോകും. അത് 2 പവർ പ്ലഗ് കൊടുത്തു. അടുത്ത് വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുക. വേറെ എങ്ങോട്ടും പോകില്ല, നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ഭാഗത്തേക്ക് മാത്രമേ അത് പോകുള്ളൂ. അതിനുശേഷം മോട്ടർ ഒരു എൻ്റർ ചെയ്തു. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാബ് ബട്ടൺ ഓണാവും. അടുത്ത മോട്ടോർ 1 ആണ്, അപ്പോൾ 1 കൊടുത്തു. 746 വാട്ട് 1 HP ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു എയർ കണ്ടീഷനും കൂടി കൊടുക്കാം. ടാബ് ബട്ടൺ അടുത്ത് 1 ആണ്, ഒരു നമ്പറാണ് എയർ കണ്ടീഷൻ ഉള്ളത്. അപ്പോൾ അതും കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ 1200 വാട്ട് വന്നിട്ട്. ഇനി ഇതിൻ്റെ വാട്ടേജും ഈ ലോഡിൻ്റെ സ്പെസിഫിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ആവുന്നതാണ്. ഞാൻ അവസാന ഭാഗം പറഞ്ഞുതരാം. ഇപ്പോൾ ടോട്ടൽ 4331 ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതൊന്നും നമുക്ക് ടൈപ്പ് ചെയ്യാനില്ല, അതുകൊണ്ട് വെറുതെ ടാബ് അടിച്ചിട്ട് ഇങ്ങനെ പോവാം. ഇതിനുശേഷം നെയിം ഓഫ് അപ്ലിക്കൻ്റ് നെയിം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കീബോർഡാണ് കിട്ടുന്നത്. ഈ നമ്പർ കീപാഡ് പറ്റില്ല. അപ്പോൾ അത് കീബോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കീബോർഡ് വന്നു. ഇനി ഈ ആരോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യാപിറ്റലാക്കിയിട്ട് മാറ്റാൻ പറ്റും. മനോജ് കെ കല്ലാക്കൻ, എവിടെയാണോ അഡ്രസ്സ് എന്ന് വെച്ചാൽ അത് കൊടുക്കാവുന്നതാണ്. അവസാനമായി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും കൂടി നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യണം. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുന്നത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൻ്റെ കീപാഡ് ആക്കാം, അതാകുമ്പോൾ ഒന്നും കൂടി ഈസി ഉണ്ടാവും. ഇവിടേക്ക് കഴ്സർ കൊണ്ടുവന്നിട്ട് 56 ബാർ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് ഓക്കെ, കഴിഞ്ഞു. നമ്മുടെ വർക്ക് ഫിനിഷായി. അടുത്തതായി നമുക്ക് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി വലതുവശത്ത് മുകളിലായി കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ഏറ്റവും അടിയിലായി കാണുന്ന പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറെ ഒരു വിൻഡോയിലേക്ക് എത്തും. ഇൻ്റർനെറ്റ് ഓൺ ആണെന്ന് ഉറപ്പിക്കുക. ആ എത്തിച്ചേരുന്ന വിൻഡോയിൽ നിന്നും ഇവിടെ എൻ്റയർ വർക്ക് ബുക്ക് എന്ന് സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ സ്കെയിലിംഗ് എന്നുള്ളിടത്ത് ഫിറ്റ് എൻ്റയർ ഷീറ്റ് എന്ന് സെലക്ട് ചെയ്യുക. പേപ്പർ സൈസ് A4 സെലക്ട് ചെയ്യുക. ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് PDF ആയിട്ട് വന്നിട്ടുണ്ട്. 2 പേജ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതില്ല. ഒന്നാമത്തെ പേജ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. 2 പേജിൽ ഒന്നാമത്തെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഒന്നാമത്തെ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം PDF എന്ന ഈ ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഡൗൺലോഡ്സിൽ ആണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കുറേ കംപ്ലീഷൻ റിപ്പോർട്ട് എന്ന ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിന് കംപ്ലീഷൻ റിപ്പോർട്ടിന് പകരം CC മനോജ് എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോൾഡറിൽ പോയി നോക്കിയാൽ മതി. ഡൗൺലോഡ് ഫോൾഡറിൽ CC മനോജ് ഇത് ഇവിടെ മുകളിൽ തന്നെ വന്ന് കിടക്കുന്നു. കണ്ടില്ലേ, മനോഹരമായ ഒരു PDF പ്രിൻ്റ് ഔട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് വാട്സപ്പ് വഴിയോ മെയിൽ വഴിയോ ഒക്കെ അയച്ചു കൊടുത്തോ അല്ലെങ്കിൽ സ്വന്തം പ്രിൻ്റർ ഉള്ളവർക്ക് സ്വന്തമായോ ഒക്കെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. മാത്രമല്ല ഇത് നമുക്ക് ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കാവുന്നതും ആണ്. ഇനി പ്രിൻറ്റിങ് കഴിഞ്ഞു, അത് സേവ് ചെയ്തും വെച്ചു. ഇനി അടുത്തതായി നമുക്ക് ഇതെങ്ങനെ നമുക്ക് കസ്റ്റമൈസ്ഡ് ഫോർമാറ്റിലേക്ക് മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം. ചിലർക്ക് LED ലാമ്പ് 7 വാട്ട് വേണ്ടി വരില്ല, ചിലർക്ക് 11 വാട്ടായിരിക്കും, അല്ലെങ്കിൽ 9 വാട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ
ഏതെങ്കിലും വാട്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടില്ലാത്ത വേറെ ഏതെങ്കിലും ലോഡായിരിക്കും ഇതിൽ വേണ്ടി വരിക. അപ്പോൾ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇപ്പോഴുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൽ മുമ്പ് കൊടുത്ത് പ്രീസെറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇത് ഒഴിവാക്കിയിട്ട് ഇനി വേറെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ കോർണറിൽ ഇടതുവശത്ത് താഴെയുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര ഷീറ്റ് ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഷീറ്റ് 2-ൽ പോവുക. ഈ ഷീറ്റ് 2-ൽ പോയാൽ ഇവിടെ ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ എക്യുപ്മെൻറ്റിൻ്റെ പേരും വാട്ടേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തു നിന്നും നമുക്ക് ആവശ്യമുള്ളത് ഇനിയും കൊടുക്കാൻ ഒരു 10-11 സ്ഥലം ബാക്കിയുണ്ട്. ഇത് ഇവിടെ ഉള്ളത് നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല അതിന് കൂടെ വേറെയുള്ള ഒരു 10-11 കൂടി ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഇലക്ട്രിക് ഓവൻ ഞാൻ എൻ്റർ ചെയ്യണം. ഇലക്ട്രിക് ഓവൻ അതിൻ്റെ വാട്ടേജ് 2000 വാട്ട് കൊടുത്തു. 2000 വാട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രണ്ട് പേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഷീറ്റ് കംപ്ലീഷൻ റിപ്പോർട്ടിൻ്റെ ഷീറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാവുന്നതാണ്. ഇനിയും നമ്മൾ ഇലക്ട്രിക് ഓവൻ തന്നെ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് അത് ഇതിൽ അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്കൊന്നും കൂടെ കൊടുത്തു നോക്കാം. ഇലക്ട്രിക് ഓവൻ ദാറ്റ് വാല്യൂ ഈസ് നോട്ട് വാലിഡ് എന്നുള്ള എറർ മെസ്സേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് മുമ്പ് കൊടുത്തതാണെന്നുള്ളത്. അതുകൊണ്ട് രണ്ടാമത് ഒരേ സാധനം തന്നെ രണ്ടാമത് കൊടുക്കാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഒരു LED ലാമ്പ് 2 വാട്ടുള്ളത്, അതായത് 2 കാറ്റഗറി നമുക്ക് വേണം. ഒരു 7 വാട്ടിൻ്റെ വേണം, 9 വാട്ടിൻ്റെ വേണം. അപ്പോൾ അതിന് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ LED ലാമ്പ് 7 വാട്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. രണ്ടാമത് LED ലാമ്പ് 9 വാട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അനുയോജ്യമായ കോളത്തിൽ അതിൻ്റെ വാട്ടേജും കൊടുക്കാവുന്നതാണ്. അത് കൊടുക്കുന്നതിനനുസരിച്ച് CR ഡൊമസ്റ്റിക് എന്ന പേജിൽ പോയാൽ ഇനി ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നോക്കിയാൽ ഇലക്ട്രിക് ഓവൻ അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ വന്നിട്ടുണ്ടാവണം. ആൽഫബറ്റിക് ഓർഡറിൽ ഇലക്ട്രിക് ഓവൻ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇലക്ട്രിക് ഓവൻ ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഈസി ആയിട്ട് അതേ സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതേ ഫയൽ ഇനി സേവ് ആസ് കൊടുത്തിട്ട് നമ്മൾ ഇതേ ഡിവൈസിലേക്ക് തന്നെ ഇലക്ട്രിക് ഓവൻ ആഡ് ചെയ്ത ഫയലായതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അനുസരിച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത ഫയലായതുകൊണ്ട് നമ്മുടെ ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡ്രൈവിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേ ഡിവൈസിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരേ ഫോൾഡറിൽ തന്നെ 2 പേരിൽ കിടക്കില്ല. അപ്പോൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേ ഡിവൈസിൽ സ്റ്റോറേജിൽ പോയിട്ട് ബ്ലൂടൂത്തിൽ തന്നെ ഞാനിത് സേവ് ചെയ്യണം. അപ്പോൾ കംപ്ലീഷൻ റിപ്പോർട്ട് ഇനി അത് എടുക്കുമ്പോൾ എനിക്ക് ഇലക്ട്രിക് ഓവൻ ഉള്ള അതേ എക്സൽ ഷീറ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഈ ബ്ലൂടൂത്ത് ഫോൾഡറിൽ പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുക. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എക്സൽ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. കണ്ടില്ലേ? ഇലക്ട്രിക് ഓവൻ കൊടുത്തതുകൊണ്ട് 2000 ഇവിടെ വന്നു, വാട്ടേജ് വന്നു. അതിനനുസരിച്ച് 36 × 2000 72,000 കണ്ടില്ലേ വന്നിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ആവശ്യക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് വേണ്ടത്. എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.